How are you? I'm fine. You're fine? Okay. How's your day? Good day. Good day. Okay. So, എന്നായിരുന്നു ഇന്ന് സന്തോഷമായിട്ടുള്ള നടന്നൊരു കാര്യം എന്തായിരുന്നു? ഇന്ന് സന്തോഷമല്ലേ? അതെ. എന്നാലും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് ജോലിയിൽ നിന്ന് ഇച്ചിരി നേരത്തെ വരാൻ പറ്റി. അതെ. അത് അമ്മയ്ക്കും സന്തോഷമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേ വന്നപ്പോഴേ എനിക്ക് സന്തോഷമായി. പിന്നെ അമ്മ കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പി കുടിച്ചു. പിന്നെ കടിയുണ്ടായിരുന്നു. എന്തായിരുന്നു? കേക്ക്. പിന്നൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നിപ്പോ? എന്നാ പറയാനാ, വിശേഷിച്ചൊന്നും പറയാനില്ല. ദൈവം കൃപയാൽ നടക്കും. അതാണ്. അമ്മയുടെ ബാല്യകാലത്തെ പറ്റി ഒരു വാക്കിൽ ബാല്യകാലത്തെ പറ്റി പറഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലേ. ബാല്യകാലം ഒത്തിരി ഉണ്ട്. കുറിച്ച് എന്തോ പറയാനാ. നല്ല ബാല്യകാലമായിരുന്നു. അതെ, എല്ലാം ഒന്നിനും കുറവില്ലാതെ ദൈവം ബാല്യം മുതൽ യൗവനം ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. അതാണ്. ഇനി മേലാലും നടത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒന്നിലും കുഴിയുകയില്ല. അതെ, പോലെ ഉറപ്പും ധൈര്യമുള്ളവരാണ് ആയിട്ടിരിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്നു. അതാണ്. അമ്മ എന്തെങ്കിലും ഒത്തിരി ഭയപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടോ? അയ്യോ ഇതെന്താകും, അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെ ഒരു ഭയപ്പാടൊന്നും എനിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഭയമൊന്നുമില്ല. അപ്പൊ വൈര് പ്രാർത്ഥിച്ച് നേടി ഏതെങ്കിലും ഒരു വിഷയം പറയാനുണ്ടോ? എല്ലാം പ്രാർത്ഥനയിലാണ്. എല്ലാം പ്രാർത്ഥിച്ചാ കിട്ടിയതല്ലേ. പിന്നെ എന്റെ എടുക്കൊണ്ടല്ലോ, എല്ലാം ദൈവം എന്നെ ഇത്രത്തോളം വിജയകരമായി നടത്തി. ഒന്നിനും കുറവില്ലാതെ ഈ പ്രായം വരെ കർത്താവ് എന്നെ കാത്തു. അത് തന്നെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ചെറിയ പ്രായം മുതൽ തന്നെ ദൈവത്തിനായി ജീവിച്ച് ജലത്തിൽ സ്നാനമേറ്റ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും എന്നുള്ളതായ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ന് എൻ്റെ 15-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. സഭയോട് ചേർന്നു, ദൈവത്തോട് ചേർന്നു. അമ്മയുടെ വീട്ടിലൊന്നും എല്ലാവരും സ്നാനപ്പെടാൻ പോയപ്പോ അമ്മ സ്നാനപ്പെടുന്നില്ലെന്നോർത്ത് മാറി നിന്നതാ. അതെ അല്ലേ? അന്നേരം അമ്മ ഒരു സ്വപ്നം കണ്ടു അല്ലേ? ആ സ്വപ്നത്തില് ഒരു സ്വർണ്ണ വിമാനം വന്നു. അത് അന്ന് വിമാനമൊന്നും ഉള്ള കാലം പോലും അല്ല. പറന്നു വന്ന നമ്മുടെ വീടിന്റെ പടുക്കെ വന്ന് നിന്നപ്പോ അമ്മയും അച്ഛനും എൻ്റെ ഫാദറും മദറും അതിനകത്ത് കയറി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആകെ പൊങ്ങിപ്പോയി. അന്ന് വിമാനമൊന്നും ഇറങ്ങിയിട്ട് പോലും ഇല്ല. പറക്കുന്ന അങ്ങനെയുള്ള ഒരു സമയത്താണ്. ചെറുപ്പം മുതല് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ടോ? ദൈവം ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല ഒന്നും. അല്ല, ആ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം അമ്മ ആ സ്വപ്നം അമ്മയോട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? പറഞ്ഞപ്പം വെല്ലുമ്മച്ചി പറഞ്ഞ ഞങ്ങളൊക്കെ സ്വർണ്ണ വിമാനത്തെ കയറി പോവും, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ആയപ്പോ പേടിയായി അല്ലേ? ഉടനെ ധൈര്യപ്പെടുത്തി. അപ്പൊ അമ്മ സ്നാനത്തെ പറ്റി എല്ലാം അറിഞ്ഞിട്ടൊന്നും പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതല്ല. സ്നാനം ശരിയാണെന്നറിയാം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനം. പ്രായത്തിൽ എന്നെ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടല്ലോ. അതെ, ബാക്കിയൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് അതിന്റെ എല്ലാ പിന്നെ A to C പഠിച്ചിട്ടില്ല, എന്നാലും സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണെന്നും കർത്താവ് ചെയ്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അമ്മ അതിന് ഇറങ്ങി തിരിച്ചു. 15-ാമത്തെ വയസ്സിൽ അമ്മ ദൈവം മാനിച്ചു. പിന്നെ അതിനുശേഷം അമ്മ പഠിച്ച് അമ്മ ഒരു ടീച്ചറായി അല്ലേ? അതിനുശേഷം അമ്മയുടെ എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 25 തോന്നുന്നു. 25 23 24 25-ലായിരുന്നു. 25 വയസ്സായെന്ന് തോന്നുന്നു. 24 എന്നാ എന്നോട് ഇന്നെ മുന്നേ പറഞ്ഞു. അമ്മ പറയുമായിരുന്നല്ലോ എന്റെ കല്യാണം 24 നടന്നു, എന്റെ മക്കളുടെ എല്ലാം കല്യാണം 24 നടന്നു. 24-ലായിരിക്കും, ഓഗസ്റ്റിലായിരുന്നു. ആണോ? ഓഗസ്റ്റിലല്ല, മാർച്ചിലായിരുന്നു. അച്ഛൻ്റെ ബർത്ത്ഡേ മാർച്ച് 5 കല്യാണം. അമ്മ ഓഗസ്റ്റിൽ അമ്മ പെട്ട് കിടക്കുക കേട്ടോ.
എല്ലാ ദിവസവും ഓഗസ്റ്റ് അതാ അമ്മയുടെ വിചാരം കേട്ടോ. ഓഗസ്റ്റ് 19 എൻ്റെ ജന്മദിനാണ്. അങ്ങനെ ജന്മദിനത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഏപ്രിൽ ആയിട്ടേ ഉള്ളൂ. കപ്പിൾ മോർ മന്ത്സ് ഉണ്ടേ. ഇന്നേതാ തീയതി? ഏതാ ഏത് മാസവാ? ഏപ്രിൽ 7 തോന്നുന്നു. അല്ല, സ്വല്പ വ്യത്യാസമുണ്ട്. ഏപ്രിൽ 9 ആണോ? കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഏപ്രിൽ 9th. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ഓരോ ദിവസവും അമ്മേ ദൈവം അതിശയമായിട്ട് നടക്കുന്നു. ഇച്ചിരിയൊക്കെ മറവിയുണ്ട്. അപ്പൊ ഇത്ര പ്രായമായില്ലേ, അതാ മറവിയൊക്കെ ഉണ്ട്. കൂടുതൽ മറവി വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മ പസില് കളിക്കുന്ന അമ്മയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ നിഷ്കളങ്കമായ ഹൃദയം, ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. അപ്പം ആ ഇന്നസെന്റ് ഹാർട്ട് അമ്മ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ദേവദാസന്മാരെ റെസ്പെക്റ്റ് ചെയ്തൊക്കെയാണ് അമ്മയുടെ രഹസ്യങ്ങൾ. പിന്നെ അമ്മയ്ക്ക് നോൺ അലർജീസ്. ഫുഡിന് അലർജി ഇല്ല, ഡ്രഗിന് അലർജി ഇല്ല. അമ്മ സച്ച് എ വെരി ബ്ലസ്സഡ് പേഴ്സൺ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കിച്ചണിലാണ് ഇരിക്കുന്നത്. കിച്ചൻ്റെ പുറകിൽ അവിടെ ഒരു ചെറിയൊരു മെഷീനൊക്കെ കാണാം. അത് നല്ല വാട്ടർ ഫിൽറ്ററാണ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ്. അതിനെപ്പറ്റി ആഗ്രഹമുള്ളവർക്കും എന്നെ വിളിക്കാം കേട്ടോ. എൻ്റെ നമ്പരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഗോഡ് ബ്ലസ്. ഗുഡ് ഈവനിങ്. താങ്ക് യു.